മോർണിംഗ് സ്റ്റുഡൻസ്. പ്ലസ് 1 റിവിഷൻ ക്ലാസ്സുകൾ ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം നന്നായിട്ട് നിങ്ങൾ ചെയ്തു പഠിച്ചാൽ മതി. ഓക്കെ, അതില് ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അതില് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന്, കൺസിഡർ വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാം നമുക്കറിയാം അല്ലെ? വെൻ ഡയഗ്രാം യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു യു ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആ റെക്ടാങ്കിൾ, അതാണ് യൂണിവേഴ്സൽ സെറ്റ് വരുന്നത്. അതിലെ സെറ്റുകൾ, സബ്സെറ്റുകൾ, എ എന്ന് പറയുന്ന സബ്സെറ്റ് കണ്ട ഒരു ക്ലോസ്ഡ് കർവ്, അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന ഒരു സബ്സെറ്റും തന്നിട്ടുണ്ട്. ഇനി എന്നിട്ട് റൈറ്റ് സെറ്റ് എ എന്ന് പറയുന്ന സെറ്റ് എഴുതണം. അതുപോലെ ബി ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം നമുക്കറിയാം അല്ലെ? ഒരു സെറ്റിന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ എ ഈക്വൽ ടു കേളി ബ്രാക്കറ്റിന്റെ അകത്ത് ആ സെറ്റിലെ എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. അപ്പൊ റോസ്റ്റർ ഫോമില് എ എന്ന് പറയുന്ന ഈ കർവിന്റെ അകത്ത് കണ്ടോ, ഈ ക്ലോസ്ഡ് കർവിൽ വരുന്നത് 3 4 6 10 അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ഏതൊക്കെയാ? 6 ഉണ്ട്, 3 ഉണ്ട്, 10 ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, 3 4 6 10 നമുക്ക് ഓർഡറിൽ എഴുതാം. 3 4 6 10. അപ്പൊ ഈ മെത്തേഡാണ് റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. റോസ്റ്റർ ഫോം. ആൻഡ് ബി ഈക്വൽ ടു ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സുകൾ ബിയില് 2 3 4 5 11 അല്ലെ? സെറ്റ് 2 3 4 5 11 അത്രയാണ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സുകൾ കിട്ടുന്നത്. ഓക്കെ, വെരിഫൈ എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. നമ്മൾ ഡിമോർഗൻസ് ലോ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ അതിനകത്ത് ആദ്യം എ യൂണിയൻ ബി കാണാം. എ യൂണിയൻ ബി. എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന സെറ്റിലും ബി എന്ന് പറയുന്ന സെറ്റിലും ഉള്ള എല്ലാ എലമെന്റുകളും കൂടുന്ന സെറ്റ്, അതാണ് എ യൂണിയൻ ബി. ദാറ്റ് ഈസ് 2 3 4 5 6 10 11 അല്ലെ? എയിലും ബിയിലും ഉള്ള എല്ലാ എലമെന്റും കൂടുന്ന സെറ്റ് 2 3 4 5 6 10 11. ഓക്കെ, അതാണ് എ യൂണിയൻ ബി കിട്ടുന്നത്. ഇനി എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എ യൂണിയൻ ബിയിൽ ഇല്ലാത്തതും. അപ്പോ അത് ഏതൊക്കെയാ നോക്കി. സെറ്റ് എ യൂണിയൻ ബിയിൽ, അതായത് ഈ ക്ലോസ്ഡ് കർവിന്റെ അകത്ത് ഇല്ലാത്തത്, യൂണിവേഴ്സൽ സെറ്റിലുള്ളത് 1 ഉണ്ട് കണ്ട. 1 7 8 9 13 12 അതല്ലേ ബാക്കി വരുന്ന എലമെന്റ്സ്. 1 പിന്നെ ഏതൊക്കെയാ? 7 8 9 12 13. ഓക്കെ, 1 7 8 9 12 13. അതാണ് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടുന്നത്. അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ദെൻ ഇനി എ കോംപ്ലിമെന്റ് കാണാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിൽ ഇല്ലാത്തതും. എയിലുള്ള എലമെന്റ് ഏതൊക്കെയാ? 3 4 6 10 അല്ലെ? 3 4 6 10. ബാക്കി വരുന്ന എലമെന്റുകൾ 1 2 5 7 8 9 11 12
30. അതാണ് എ കോംപ്ലിമെന്റ് കിട്ടുന്നത്. ദെൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതും. ബിയിലുള്ള എലമെന്റ് 2, 3, 4, 5, 11 ആണ്. അപ്പൊ ബാക്കിയുള്ളത് 1, 6, 7, 8, 9, 10, 12, 30. അതാണ് ബി കോംപ്ലിമെന്റ് കിട്ടുന്നത്. ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, ദാറ്റ് ഈസ് ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം രണ്ട് സെറ്റിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റിന്റെ സെറ്റാണ് ഇന്റർസെക്ഷൻ. അപ്പോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും കോമൺ ആയിട്ട് വരുന്നത് രണ്ടിലും കോമൺ ആയിട്ട് 1 ഉണ്ട്, കണ്ടോ? 1. അടുത്തത് രണ്ടിലും കോമൺ ആയിട്ട് 7 ഉണ്ട്. ഓക്കെ, 7, 8, 9. പിന്നെ രണ്ടിലും കോമൺ ആയിട്ട് 12, 30. 12, 30. അതാണ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കുക. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ നോക്കി, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ്. അതില് 1, 7, 8, 9, 12, 30. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റോ 1, 7, 8, 9, 12, 30. അപ്പൊ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും ഈക്വൽ ആണ്. ഫ്രം 1 and 2, ഫ്രം 1 and 2, എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത് ചോദിച്ചേക്കണോ, ഫൈൻഡ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. ഫൈൻഡ് നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം അവിടെ എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എ ഇന്റർസെക്ഷൻ ബി അല്ലെ, എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് കിട്ടുന്നത് 3, 4, 6, 10 അല്ലെ, എ എന്ന് പറയുന്ന സെറ്റ്. അതല്ലെങ്കിൽ നേരെ ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് എങ്ങനെയാ എ ഇന്റർസെക്ഷൻ ബി കാണുന്നത്? എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് അത് കണ്ടുപിടിച്ചാൽ പോലെ. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന എലിമെന്റ് കൊണ്ടാ 3, 4. അതല്ലേ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇത്രയും ഭാഗം, ഈ ഭാഗം, അത് അതില് വരുന്ന എലിമെന്റ് ഏതൊക്കെയാ? 3, 4. അതാണ് എ ഇന്റർസെക്ഷൻ ബി കിട്ടുന്നത്. ദെൻ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതും. അപ്പൊ ഏതൊക്കെ എലിമെന്റ്സ് ആണ് നോക്കി, എ ഇന്റർസെക്ഷൻ ബിയിൽ 3, 4 മാത്രമേ ഉള്ളൂ. ബാക്കി വരുന്ന എലമെന്റ് സെറ്റ് 1, 2, 5, 6, 7, 8, 9, 10, 11, 12, 30. അത്രയാണ് ഇത് കിട്ടുന്നത്, എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റില് ആകെ 13 എലമെന്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് യു എന്ന് പറയുന്നത് ഈക്വൽ ടു 13. നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 2. അപ്പോ നമ്പർ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 13 - 2 ഈക്വൽ ടു 11 എലമെന്റ്സ് കിട്ടും. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റില് ടോട്ടൽ 13 എലമെന്റ് ഉണ്ട്. എ ഇന്റർസെക്ഷൻ ബിയിൽ 2 എലമെന്റ് ഉണ്ട്. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റിന് ബാക്കി 11 എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ സെറ്റ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ ഇന്റിജർ. എക്സ് ഒരു ഇന്റിജർ ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അപ്പൊ 0 വരാം, 4 വരാം. അതിനിടയ്ക്കുള്ള ഇന്റിജേഴ്സ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലെ എലിമെന്റ്സ്. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റില് ഈക്വൽ ടു 0, 1, 2, 3, 4. അതാണ് എ എന്ന് പറയുന്ന സെറ്റിലെ എലിമെന്റ്സ് കിട്ടുന്നത്. അപ്പൊ റൈറ്റ് എ ഇൻ റോസ്റ്റർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കേളി ബ്രാക്കറ്റിന്റെ അകത്ത് എലമെന്റ്സിനെ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന മെത്തേഡാണ് റോസ്റ്റർ ഫോം. ഓക്കെ, ദെൻ ഇഫ് ബി ഈക്വൽ ടു സെറ്റ് 5, 6, ബി ഈക്വൽ ടു സെറ്റ് 5, 6 എന്ന് തന്നിട്ടുണ്ട്. റൈറ്റ്
നമ്പർ ഓഫ് പോസിബിൾ റിലേഷൻസ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക് നമുക്ക് എത്ര റിലേഷൻസ് എഴുതാൻ പറ്റുന്ന നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക് എഴുതാവുന്നത് എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല 2 raised to നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. അതാണ് ഇത് കിട്ടുന്നത്. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് എഴുതാവുന്ന ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to നമ്പർ ഓഫ് എ. എയിൽ എത്ര എലമെന്റ് ഉണ്ടെന്ന് നോക്കിയേ, 5 എലമെന്റ് ഉണ്ട് അല്ലെ. നമ്പർ ഓഫ് എ ഈക്വൽ ടു 5 ഇൻറ്റു നമ്പർ ഓഫ് ബി ഈക്വൽ ടു, ബി എന്ന് പറയുന്നത് 2 എലമെന്റ്, ദാറ്റ് ഈസ് 2 raised to 10 കിട്ടും. 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 വരും. ഓക്കെ, അത്രയും റിലേഷൻസ് ആണ് എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് എഴുതാവുന്നത്. അപ്പൊ റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ ഇതുപോലെ എലമെന്റ്സിനെ കേളി ബ്രാക്കറ്റിന്റെ അകത്ത് കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. പിന്നെ ദെൻ റൈറ്റ് എ ക്രോസ് ബി ചോദിച്ചിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ആൻസർ എ, ഇത് സി, ഇത് അടുത്തത് ഇത് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? എ ക്രോസ് ബി, എയിൽ നിന്നും ബിയിലേക്കുള്ള എല്ലാ ഓഡേഡ് പെയർ 0 5, ഓഡേഡ് പെയർ 0 5, ഓഡേഡ് പെയർ 0 6, ഓഡേഡ് പെയർ 1 5, ഓഡേഡ് പെയർ 1 6, ഓഡേഡ് പെയർ 2 5, ഓഡേഡ് പെയർ 2 6, ഓഡേഡ് പെയർ 3 5, ഓഡേഡ് പെയർ 3 6, ഓഡേഡ് പെയർ 4 5, ഓഡേഡ് പെയർ 4 6. അത്രയും ഓഡേഡ് പെയർ ആണ് എ ക്രോസ് ബി കിട്ടുന്നത്. എ ക്രോസ് ബിയില് വരുന്ന എലമെന്റുകൾ അല്ലെ. അപ്പൊ എ ക്രോസ് ബിയിൽ എത്ര എലമെന്റ് നോക്കി? 1 2 3 4 5 6 7 8 9 10, 10 എലമെന്റ്സ് ഉണ്ട് എ ക്രോസ് ബിയില്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സിന് ഈ ഫോർമുല ഓർത്തിരുന്നുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. അതാണ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി, നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ 2 raised to നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. ഓക്കെ, ആ ഫോർമുല വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, u equal to set 1 2 3 4 5 6 7 8, a equal to അതിന്റെ സെറ്റ് ബിൽഡർ ഫോം ആണ് തന്നേക്കണേ അല്ലെ. എ എന്ന് പറയുന്ന സെറ്റ് ബിൽഡർ ഫോം a equal to സെറ്റ് എക്സ് such that x belongs to u. അപ്പൊ x എന്ന് പറയുന്നത് u എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് ആൻഡ് x is a പ്രൈം നമ്പർ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ് ആണ് x എന്ന് പറയുന്നത്. അത് എന്തായിരിക്കണം? x is a പ്രൈം നമ്പർ. അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ വരുന്ന പ്രൈം നമ്പേഴ്സ്, അതിൽ വരുന്ന പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കി? 2 3 5 7, അത്രയും ആണ് യൂണിവേഴ്സൽ സെറ്റിൽ നമുക്ക് തന്നിട്ടുള്ളതിൽ പ്രൈം നമ്പേഴ്സുകൾ. അതാണ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് അല്ലെ. 2 3 5 7, അത്രയാണ് പ്രൈം നമ്പേഴ്സ്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് തന്നേക്ക് നോക്കി. ബി ഈക്വൽ ടു സെറ്റ് എക്സ്. ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ് ആണ് എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. എക്സ് യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ് ആണ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ 2, 2വിനേക്കാൾ വലുത്. ദാറ്റ് ഈസ് ബി ഈക്വൽ ടു എന്തെഴുതാം? സെറ്റ് 2വിനേക്കാൾ വലിയ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റുകൾ 3 4 5 6 7 8 അല്ലെ. 2വിനേക്കാൾ വലുത് 3 4 5 6 7 8, അത്രയാണ് ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് കിട്ടുന്നത്. റൈറ്റ് എ ആൻഡ് ബി ഇൻ റോസ്റ്റർ ഫോം. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഇത്. എ റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നതും ബി റോസ്റ്റർ ഫോമിൽ എഴുതിയിരിക്കുന്നതും. ഓക്കെ, ഇനി വെരിഫൈ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ്, അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? എ ഇന്റർസെക്ഷൻ ബി കാണാം. എ ഇന്റർസെക്ഷൻ ബി നമുക്കറിയാം, എയിലും ബിയിലും കോമൺ ആയിട്ട് വരുന്ന എലമെന്റുകളുടെ സെറ്റ്. അപ്പൊ എയിലും ബിയിലും കോമൺ ആയിട്ട് 2 രണ്ടിലും കോമൺ ആയിട്ടില്ല,
3 രണ്ടിലും കോമൺ ആണ് 3. പിന്നെയോ 5 രണ്ടിലും കോമൺ ആണ്. അതുപോലെ തന്നെ 7 രണ്ടിലും കോമൺ ആണ്. 3, 5, 7. അതാണ് എ ഇന്റർസെക്ഷൻ ബി കിട്ടുന്നത്. ഇനി എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴോ എ ഇന്റർസെക്ഷൻ ബിയില് ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റില് ഉള്ളതും അങ്ങനെയുള്ള എലമെന്റുകളുടെ സെറ്റ് 1, 2, 4, 6, 8 അല്ലെ. എ ഇന്റർസെക്ഷൻ ബിയില് ഉള്ള എലമെന്റ് ഏതൊക്കെയാ? 3, 5, 7. അപ്പൊ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇല്ലാത്തതും യൂണിവേഴ്സൽ സെറ്റിലുള്ളതും 1, 2, 4, 6, 8. അതാണ് എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടുന്നത്. അത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും എയില് ഇല്ലാത്തതും എ കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ എഴുതാം? ഈക്വൽ ടു 1 യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ട്, അത് എയിലില്ല. 1, 4, 6, 8 അത്രയും ആണ് എ കോംപ്ലിമെന്റ് കിട്ടുന്നത്. ദെൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബിയിൽ ഇല്ലാത്തതും. ബിയിലുള്ള എലമെന്റ് 3, 4, 5, 6, 7, 8 ആണ്. ദെൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോഴോ ബിയിൽ ഇല്ലാത്തത് 1ഉം 2ഉം മാത്രം അല്ലെ. യൂണിവേഴ്സൽ സെറ്റിൽ ഉള്ളതും ബിയില് ഇല്ലാത്തതും 1ഉം 2ഉം മാത്രം. ഇനി എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റിലും ബി കോംപ്ലിമെന്റിലും ഉള്ള എല്ലാ എലമെന്റും കൂടുന്ന സെറ്റ്. ദാറ്റ് ഈസ് സെറ്റ് 1, 2, 4, 6, 8. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കാം. അപ്പൊ ഫ്രം 1 and 2 ഇത് രണ്ട് ഈക്വൽ അല്ലേ നോക്കി. 1, 2, 4, 6, 8. 1, 2, 4, 6, 8. അപ്പോ ഫ്രം 1 and 2 എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ. ഡി മോർഗൻസ് ലോ ആണ്, അത് രണ്ടും ഓർത്തിരിക്കണം. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റും അതുപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റും. ആ രണ്ട് ലോയും ഉപയോഗിച്ചുകൊണ്ട് എക്സാമിന് എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പൊ അത് ഓർത്തിരിക്കാം. Then next question. In a survey of 600 students in a school, 150 students were found to be taking tea, 225 taking coffee, 100 were taking both tea and coffee. Find how many students were taking neither tea nor coffee. അപ്പൊ നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്ന് വെൻ ഡയഗ്രം വരച്ചിട്ട് ചെയ്യാം. വെൻ ഡയഗ്രം വരയ്ക്കാന്ന് പറയുമ്പോൾ യൂണിവേഴ്സൽ സെറ്റ് റെക്ടാംഗിൾ ആയിട്ട് വരയ്ക്കുക. ഓക്കെ. പിന്നെ ടീ ഇഷ്ടപ്പെടുന്നത്, അതുപോലെ തന്നെ കോഫി ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പ്, ഇത് ടീ ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പ് ടി എന്ന് കൊടുക്കാം. ഓക്കെ. അതുപോലെ കോഫി ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പ് സി എന്ന് കൊടുക്കാം. ഇത് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുമ്പോൾ ഈ റെക്ടാംഗിളിന്റെ അകത്തുള്ളത് മുഴുവനും യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരും. ഓക്കെ. അപ്പൊ ഇതാണ് യൂണിവേഴ്സൽ സെറ്റ് കിട്ടുന്നത്. ദെൻ 100 സ്റ്റുഡൻസ് വെർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. അപ്പോ ആദ്യം നമ്മൾ എഴുതുമ്പോൾ രണ്ടിന്റെയും ഇന്റർസെക്ഷനിൽ എത്ര ഉണ്ടെന്ന് നോക്കുക. രണ്ടിന്റെ ഇന്റർസെക്ഷനിലാണ് ആദ്യം കൊടുക്കേണ്ടത്. ഓക്കെ. അപ്പോ 100 സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. ടീയും കോഫിയും ഇഷ്ടപ്പെടുന്നവര് 100 ആണ്. അത് 100 കൊടുത്തു. ഇനി ഓരോന്ന് നോക്കാം. 150 സ്റ്റുഡൻസ് വെയർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ. അപ്പൊ ടീ ഇഷ്ടപ്പെടുന്നവർ ആകെ എത്ര പേരാ? 150 പേരാണ് ടീ ഇഷ്ടപ്പെടുന്നവരുള്ളൂ. അതിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ ടീ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ അകത്ത് കണ്ടോ ഓൾറെഡി 100 ഇവിടെ വന്നു. അപ്പൊ ഇനി ബാക്കി എത്രയും കൂടി നമ്മൾ എഴുതിയാൽ മതി? 50യും കൂടി എഴുതിയാൽ മതി. അത് എഴുതുന്നത് ഇതിന്റെ പുറത്ത് ഇവിടെ ആയിട്ട് എഴുതണം. ഓക്കെ. ഇപ്പൊ ടി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നോക്കിയിട്ടുണ്ടാവും. ടീ ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പ് ടോട്ടല് 150 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ. ഇനി അടുത്തത് കോഫിയിലേക്ക് വരാം. 225 ടേക്കിംഗ് കോഫി.
അതിൽ ഓൾറെഡി നമ്മൾ ഇവിടെ 100 എഴുതി കഴിഞ്ഞു. അപ്പൊ ബാക്കി എത്രയും കൂടി എഴുതിയാൽ മതി? 125 കൂടി എഴുതാൽ മതി അല്ലെ. അപ്പൊ കോഫി എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നോക്കിയ ടോട്ടല് 225 ആയി. അപ്പോ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ടി യൂണിയൻ സി. അപ്പൊ ഇതിന്റെ യൂണിയനിൽ ആകെ എത്ര പേരുണ്ട്? 50 പ്ലസ് 100 പ്ലസ് 125 ഈക്വൽ ടു 50 പ്ലസ് 100 150 ആയി. 150 പ്ലസ് 125 275 എന്ന് കിട്ടും അല്ലെ. അപ്പൊ യൂണിയനിൽ ടോട്ടല് 275 സ്റ്റുഡൻസ് ഉണ്ട്. ഇനി സ്റ്റുഡൻസ് ഫൈൻഡ് ഹൗ മെനി സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. അപ്പൊ ടീയോ കോഫിയോ ഇഷ്ടപ്പെടാത്തവര്, ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവര് എത്ര പേരുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും നമ്പർ ഓഫ് ടി യൂണിയൻ സി സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ഇതിന്റെ യൂണിയനിലുള്ള എത്ര പേരുണ്ടോ അത്രയും സബ്ട്രാക്ട് ചെയ്യണം. ദാറ്റ് ഈസ് 600. ടോട്ടല് 600 സ്റ്റുഡൻസ് ആണ്. അതില് കാപ്പി അല്ലെങ്കിൽ ചായ അല്ലെങ്കിൽ രണ്ടും ഇഷ്ടപ്പെടുന്നവര് 275 ആണ്. ഓക്കെ, അപ്പൊ ഇത് സബ്ട്രാക്ട് ചെയ്യണം. ബാക്കി എത്ര കിട്ടും? 325 കിട്ടും. അപ്പൊ 325 പേരാണ് ഇത് രണ്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ളത്. ഓക്കെ, അത് വെൻ ഡയഗ്രം വെച്ച് ചെയ്യാം. അതല്ലാതെ നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. നമ്പർ ഓഫ് ടി ഈക്വൽ ടു ഇങ്ങനെ, നമ്പർ ഓഫ് ടി ഈക്വൽ ടു 150, നമ്പർ ഓഫ് സി കോഫി ഇഷ്ടപ്പെടുന്നവര് 225, നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി ഈക്വൽ ടു 100. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടി യൂണിയൻ സി എന്ന് പറഞ്ഞത് കിട്ടും നമ്പർ ഓഫ് ടി പ്ലസ് നമ്പർ ഓഫ് സി മൈനസ് നമ്പർ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. അപ്പൊ എന്ന് പറയുമ്പോ ഈക്വൽ ടു 150 പ്ലസ് 225 മൈനസ് 100. 150 പ്ലസ് 225 375 കിട്ടും അല്ലെ. 375 മൈനസ് 100 275 എന്നെഴുതാം. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടി യൂണിയൻ സി, ചായ അല്ലെങ്കിൽ കാപ്പി ഇഷ്ടപ്പെടുന്നവരുടെ ഗ്രൂപ്പില് ആകെ ഉള്ളത് 275 കിട്ടി. ഇനി നമുക്ക് ചോദിച്ചേക്കണ എന്താ? നമ്പർ ഓഫ് സ്റ്റുഡൻസ് വെയർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. അപ്പൊ എന്ത് ചെയ്യണം? നമ്പർ ഓഫ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും നമ്പർ ഓഫ് ടി യൂണിയൻ സി ആ ഗ്രൂപ്പിൽ ഉള്ളത് എത്രയാണോ അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 600 നിന്നും 275 സബ്ട്രാക്ട് ചെയ്യാം ഈക്വൽ ടു 325 ഉണ്ട്. ഓക്കെ, അപ്പോ ഒന്നുകിൽ വെൻ ഡയഗ്രം വരച്ചിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ ഫോർമുല യൂസ് ചെയ്തും ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ നിന്ന് വിച്ച് ഓഫ് ദ എബവ് ഗ്രാഫ് ഡസ് നോട്ട് റെപ്രസെന്റ് എ ഫംഗ്ഷൻ. അപ്പൊ നമുക്കൊരു ഗ്രാഫ് തന്നാൽ എങ്ങനെ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് അറിയണത്? അപ്പൊ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എയിൽ നിന്നും ബിയിലേക്ക് തന്നിരിക്കുന്ന ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണം എങ്കിൽ എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ബിയില് ഇമേജ് ഉണ്ടായിരിക്കണം. അത് ഒറ്റ ഇമേജ് മാത്രം. എയിലുള്ള ഏത് എലമെന്റ് എടുത്താലും അതിന് ഒരു ഇമേജ് മാത്രമേ വരാമുള്ളൂ. അപ്പോ ഈ ഗ്രാഫ് ഒക്കെ തന്നാൽ, ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഈ ഗ്രാഫ് അവിടെ നമ്മൾ എന്ത് ചെയ്യാം? എക്സ് ആക്സിസ് വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കാം. വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഇതുപോലെ ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ ആ ലൈൻ ഒറ്റ പോയിന്റിൽ മാത്രം അല്ലെ, ഈ ലൈൻ എടുത്താൽ നോക്കിയുണ്ടോ? ആ ഗ്രാഫിൽ ഒറ്റ പോയിന്റിൽ മാത്രമേ അത് ടച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ളത് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമ്മൾ വൈ ആക്സിസിന് പാരലൽ ആയിട്ട് വരയ്ക്കുന്ന ഏതൊരു ലൈനും ആ ഗ്രാഫിലെ ഒരു പോയിന്റിൽ മാത്രമാണ് ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ഫംഗ്ഷൻ ആണ്. ഇനി ഇപ്പോൾ ഇപ്പൊ ഇതുപോലെയാണ് തന്നേക്കുന്നത് വിചാരിക്കും. ഇതുപോലെ ഇവിടെ നമ്മൾ വരച്ചു നോക്കി, വൈ ആക്സിസിന് പാരലൽ ആയിട്ട് ഗ്രാഫ് വരച്ചാൽ എക്സിന്റെ ഇപ്പൊ ഇവിടെ ഉള്ള ഒരു എലമെന്റ് x1 ആണെന്ന് വിചാരിക്കാം.
ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടും അല്ലെ. ഈ x1 കറസ്പോണ്ടിങ് ആയിട്ട് വൈക്ക് ഇത് ഇവിടെ ഒരു വാല്യൂ കിട്ടും. x1 y1 എന്ന് പറയുന്ന ഒരു വാല്യൂ അവിടെ കിട്ടും. അതുപോലെ ഇവിടെ x1 കറസ്പോണ്ടിങ് ആയിട്ട് y2 വൈക്ക് വേറൊരു വാല്യൂ കിട്ടും. അപ്പോ എക്സ് എലമെന്റ് നമ്മൾ സാധാരണ ഫംഗ്ഷൻ എഴുതുന്നത് എങ്ങനെയാ? എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം എക്സ് ടു വൈ എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയർ എഫ് എഴുതുമ്പോ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്ന് എഴുതാം. ഓർഡേർഡ് പെയർ എക്സ് വൈ. അപ്പൊ ഈ എക്സ് എലമെന്റിന് ഒറ്റ ഇമേജ് മാത്രമേ വരാമുള്ളൂ. ഇപ്പൊ ഇവിടെ നോക്കി കണ്ടോ, x1 എടുത്താൽ അതിന് രണ്ട് ഇമേജ് ഉണ്ട്. y1 എന്ന് പറയുന്നതും x1 ഇമേജ് ആണ്, y2 എന്ന് പറയുന്നതും x1 ഇമേജ് ആണ്. അപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നത് എന്തല്ല? ഫംഗ്ഷൻ അല്ല. അപ്പൊ ഫംഗ്ഷൻ ആണോ എന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാ? y ആക്സിസിന് പാരലൽ ആയിട്ട് ലൈൻസ് വരയ്ക്കുമ്പോ ആ ഗ്രാഫിലെ ഒറ്റ പോയിന്റിൽ മാത്രമേ അത് ടച്ച് ചെയ്തിട്ടുള്ളൂ, ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ഇത് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് ഫംഗ്ഷൻ ആണ്. ഇപ്പൊ ഇതുപോലെ കണ്ടോ, ഈ ലൈൻ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ അല്ലെ, രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എന്തല്ല? നോട്ട് എ ഫംഗ്ഷൻ. ഇത് ഈ ഗ്രാഫ് ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതല്ല, നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അതുപോലെ വന്നിരിക്കുന്നത് ഏതൊക്കെയാന്ന് നോക്കി കണ്ടോ. ഇപ്പൊ ഇതില് നമ്മൾ y ആക്സിസിന് പാരലൽ ആയിട്ട് ഏത് ലൈൻസ് വരച്ചാലും ഇതിൽ ഒറ്റ പോയിന്റിൽ മാത്രമേ അത് ടച്ച് ചെയ്യുള്ളൂ അല്ലെ. ഒറ്റ പോയിന്റിൽ മാത്രമല്ലേ ഇന്റർസെക്ട് ചെയ്തോളൂ. ഇപ്പൊ ഇങ്ങനെ വരച്ചാൽ ഒറ്റ പോയിന്റിൽ മാത്രം, അല്ല ഇങ്ങനെ ഏത് ലൈൻ y ആക്സിസിന് പാരലൽ ആയിട്ട് വരച്ചാലും ഇത് ഒറ്റ പോയിന്റ് മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. അപ്പോ ഒന്നാമത്തെ ഫിഗർ 1 എന്ന് പറയുന്നത് എന്താണ്? ഫിഗർ 1 ഫംഗ്ഷൻ ആണ്, ഫംഗ്ഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കി, രണ്ടാമത്തെ ഗ്രാഫ് ഇത് ഇതുപോലെ ഇരിക്കുന്നുണ്ടോ. അപ്പൊ അത് ഫംഗ്ഷൻ ആണോ? അത് ഫംഗ്ഷൻ അല്ല. ഫിഗർ 2 നോട്ട് എ ഫംഗ്ഷൻ. ഓക്കെ, അത് ഫംഗ്ഷൻ അല്ല. ഇനി ഫിഗർ 3യോ? ഫിഗർ 3 അത് ഫംഗ്ഷൻ ആണ് അല്ലെ. ഫിഗർ 3 ഈസ് എ ഫംഗ്ഷൻ, അതൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, കാരണം ഇതുപോലെ ഇരിക്കുന്ന ഗ്രാഫ് y ആക്സിസിന് പാരലൽ ആയിട്ട് ഏത് ലൈൻ വരച്ചാലും ആ ഗ്രാഫില് ഒറ്റ പോയിന്റിൽ മാത്രമാണ് ആ ലൈൻ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. ഇനി അതുപോലെ അടുത്ത് നോക്കി കണ്ടോ, ഇതുപോലെ ഇതേപോലത്തെ ഇതേ ടൈപ്പ് തന്നെ ഉള്ളതാ. ഓക്കെ, ഇങ്ങനെ ഇവിടെ y ആക്സിസിന് പാരലൽ ആയിട്ട് ഏത് ലൈൻ വരച്ചാലും ആ ഗ്രാഫില് ഒറ്റ പോയിന്റിൽ മാത്രമേ അത് ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോ ഫിഗർ 4ഉം എന്താണ്? ഫിഗർ 4ഉം ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഈസ് എ ഫംഗ്ഷൻ. അപ്പൊ അതിനകത്ത് ഫംഗ്ഷൻ അല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഫിഗർ 2 ആണ് അവിടെ ഫംഗ്ഷൻ അല്ലാത്തത്. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചേക്കുന്നത് നോക്കി, ഐഡന്റിഫൈ സിഗ്നം ഫംഗ്ഷൻ ഫ്രം ദ എബവ് ഗ്രാഫ്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫിൽ, ഈ ഗ്രാഫുകളിൽ ഇതില് സിഗ്നം ഫംഗ്ഷൻ ഏതാണ്? സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് f of x equal to -1 when x less than 0, equal to 0 when x equal to 0, equal to 1 when x greater than 0. ഇതല്ലേ സിഗ്നം ഫംഗ്ഷൻ അല്ലെ. അപ്പൊ ആ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ഇതുപോലെ ഇത് 0 1 2 എക്സെട്ര പോസിറ്റീവ് എക്സ് ആക്സിസ്, -1 -2 എക്സെട്ര നെഗറ്റീവ് എക്സ് ആക്സിസ്, ഇത് 1 y ആക്സിസ്, -1 നെഗറ്റീവ് y ആക്സിസ്. അപ്പൊ x ഈക്വൽ ടു 0 ആണെങ്കിൽ yക്കും 0 എന്ന് തന്നെ കിട്ടും. അപ്പൊ x-ന് 0 ആവുമ്പോൾ yക്കും 0 തന്നെ. 0 0 ഈ പോയിന്റ് വരും അല്ലെ, ആ പോയിന്റ് കിട്ടും. 0 0 എന്ന് പറയുന്നത് ഈ പോയിന്റ്. പിന്നെയോ x ലെസ് ദാൻ 0, 0യേക്കാൾ ചെറിയ ഏത് വാല്യൂ എക്സിന് കൊടുത്താലും yക്ക് കിട്ടുന്നത് -1 ആണ് അല്ലെ. 0യേക്കാൾ ചെറിയ ഏത് റിയൽ നമ്പർ കൊടുത്താലും yക്ക് കിട്ടുന്നത് -1 ആണ്. അപ്പൊ 0യേക്കാൾ ചെറുതെന്ന് പറഞ്ഞാൽ 0യുടെ തൊട്ടടുത്തുനിന്നാ തുടങ്ങണേ. അപ്പൊ 0യുടെ തൊട്ടടുത്ത് ഏത് വാല്യൂ കൊടുത്താലും -1 കിട്ടും അല്ലെ. ഈ 0യുടെ തൊട്ടടുത്ത് ഏത് വാല്യൂ കൊടുത്താലും 0യേക്കാൾ ചെറിയ ഏത് വാല്യൂ കൊടുത്താലും -1 ആണ്. അപ്പൊ എന്ന് പറയുമ്പോ 0 ഇല്ലാന്ന് കാണിക്കാൻ നിങ്ങൾ കൊടുക്കുക,
പിന്നെയോ ഏത് വാല്യൂ കൊടുത്താലും -1 ഇതിങ്ങനെ പോകും അതിന്റെ ഗ്രാഫ്. ഓക്കെ, പിന്നെ അടുത്തതോ എക്സ് ഗ്രേറ്റർ ദാൻ 0, സീറോയേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 1-ൽ തുടങ്ങുന്നത്, സീറോയുടെ തൊട്ടടുത്ത് തന്നെ തുടങ്ങും. സീറോയേക്കാൾ വലുത് എന്ന് പറയുമ്പോൾ 0.000000001 എന്ന് പറഞ്ഞാൽ സീറോയുടെ തൊട്ടടുത്തൊരു വാല്യൂ അല്ലേ, അത് എക്സിന് കൊടുത്താലും വൈക്ക് കിട്ടുന്ന വാല്യൂ 1 ആണ്. എക്സിന് സീറോയേക്കാൾ വലിയ ഏത് വാല്യൂ കൊടുത്താലും വൈക്ക് കിട്ടുന്നത് 1 ആയിരിക്കും. സീറോ ഇല്ലാന്ന് കാണിക്കുന്നത് നമ്മൾ ഇങ്ങനെ കൊടുക്കണം. ഓക്കെ, അവിടുന്ന് എക്സെട്ര. ഓക്കെ, ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്. അത് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ ഏതാ നോക്കി, ഇതാണ് സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. ഇത് ഉണ്ടോ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ്, ഫിഗർ 1 ആണ് എന്ത് കിട്ടുന്നത്, ഈസ് സിഗ്നം ഫംഗ്ഷൻ. ഓക്കെ, ഫിഗർ 1 ആണ് സിഗ്നം ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രാഫ്. ദെൻ അടുത്തത് റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് സിഗ്നം ഫംഗ്ഷൻ. അപ്പോ സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും അറിയണം. സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും. സിഗ്നം ഫംഗ്ഷന്റെ ഡൊമൈൻ ഏതാ, ഡൊമൈൻ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ എഴുതിയേക്കണം. കണ്ടോ, എക്സിന് 0 കൊടുക്കാം, സീറോയേക്കാൾ ചെറിയ ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം, സീറോയേക്കാൾ വലിയ ഏത് വാല്യൂവും കൊടുക്കാം. എന്ന് പറയുമ്പോൾ എന്തായി, എല്ലാ റിയൽ നമ്പറും. ഓക്കെ, സീറോയേക്കാൾ ചെറിയ ഏത് റിയൽ നമ്പറും കൊടുക്കാം, നെഗറ്റീവ് റിയൽ നമ്പേഴ്സ് ആയി. സീറോയേക്കാൾ വലിയ വാല്യൂസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റിയൽ നമ്പർ ആയി, സീറോയും കൊടുക്കാം. അപ്പോ ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഡൊമൈൻ വരുന്നത്. ഇനി റേഞ്ച് വരുന്നതോ, റേഞ്ച് വൈക്ക് കിട്ടുന്നത്, എക്സിന് 0 കൊടുത്താൽ വൈക്കും 0 ഉള്ളൂ. എക്സിന് സീറോയേക്കാൾ ചെറിയ എന്ത് വാല്യൂ കൊടുത്താലും വൈക്ക് -1 കിട്ടുള്ളൂ. സീറോയേക്കാൾ വലിയ ഏത് വാല്യൂ കൊടുത്താലും 1 വൈക്ക് കിട്ടുള്ളൂ. അപ്പൊ വൈക്ക് കിട്ടുന്നത് ആകെ 3 വാല്യൂ മാത്രം, -1, 0, 1. ഇത്രയുമാണ് റേഞ്ച് കിട്ടുന്നത്. ഓക്കെ, ഈ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് ഓർത്തിരിക്കുക, ഡൊമൈനും റേഞ്ച് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മോഡുലസ് ഫംഗ്ഷൻ f of x ഈക്വൽ ടു mod x. mod x ന്റെ ഗ്രാഫാണ് ഏത്, ഫിഗർ 4 mod x ന്റെ ഗ്രാഫാ. ഫിഗർ 4 ആണ് mod x ന്റെ ഗ്രാഫ്. അതിന്റെ ഡൊമൈനും റേഞ്ചും ഓർത്തിരിക്കണം. ഡൊമൈൻ ഓൾ റിയൽ നമ്പേഴ്സ് അല്ലെ. എക്സിന് എന്ത് വാല്യൂ എടുക്കില്ല അവിടെ കൊടുക്കാം. വൈക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും, റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് 0 മുതൽ ഇൻഫിനിറ്റി വരെ അല്ലെ. മോഡുലസ് വാല്യൂ എടുക്കാന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് അല്ലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ റേഞ്ച് 0 to ഇൻഫിനിറ്റി കിട്ടും. അതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. മോഡുലസ് ഫംഗ്ഷനും അതേപോലെ തന്നെ സിഗ്നം ഫംഗ്ഷൻ ഓർത്തിരിക്കുക. പിന്നെയോ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ f of x ഈക്വൽ ടു ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ് x ഇങ്ങനത്തെ, അതിനാണ് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഡൊമൈൻ ഓർത്തിരിക്കണം. ഡൊമൈൻ എന്ന് പറയുമ്പോ എക്സിന് എന്ത് വാല്യൂ ഒന്നും കൊടുക്കാം, ഓൾ റിയൽ നമ്പർ. റേഞ്ച് കിട്ടുന്നത്, റേഞ്ച് വരുന്നത് ഇന്റിജേഴ്സ്, ഓൾ ഇന്റിജേഴ്സ് അല്ലെങ്കിൽ ഇസഡ് എന്ന് എഴുതിയാലും മതി. ഇസഡ് ഓൾ ഇന്റിജേഴ്സ് അല്ലെങ്കിൽ അതിന് ഇട്ടാലും മതി, ക്യാപിറ്റൽ ആയി. അതിന്റെ ഗ്രാഫ് വരുമ്പോ ഇങ്ങനെ വരും. ഓക്കെ, 0, 1, 2, 3 എക്സെട്ര, എക്സ് -1, -2 എക്സെട്ര, എക്സ് ഡാഷ്. ഇതുപോലെ ഇവിടെ 1, 2 എക്സെട്ര, വൈ -1, -2 എക്സെട്ര, വൈ ഡാഷ്. ഓക്കെ, ഈ സീറോയുടെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. 0 മുതൽ 1 വരെ, 1 ഇല്ലാന്ന് കാണിക്കാൻ ഇതിന് കൊടുക്കാം. 0 മുതൽ 1 വരെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ 0 തന്നെ. 1ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 1 തന്നെ കിട്ടും. 1.1 ആണെങ്കിലും 1 തന്നെ, 1.2 ആണെങ്കിലും എക്സെട്ര 2ന്റെ അടുത്ത് വരെ 1 തന്നെ കിട്ടും. അപ്പൊ ഇതിന് ഓക്കെ. പിന്നെ 2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ 2 തന്നെ. ഓക്കെ, എക്സിന് 2.1 ആണെങ്കിൽ 2 തന്നെ, 2.2 ആണെങ്കിൽ 2.3 ആണെങ്കിലും അങ്ങനെ എക്സെട്ര 3യുടെ അടുത്ത് വരെ 2.9999 ആണെങ്കിലും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ എത്രയാ, 2 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതുപോലെ കിട്ടും. പിന്നെ ഇനി ഇവിടെ ആണെങ്കിൽ നോക്കിയേ, 0യേക്കാൾ ചെറിയ ഏത് വാല്യൂ കൊടുത്താലും -1 കിട്ടുള്ളൂ. അങ്ങനെ -1ന്റെ ആണെങ്കിലും
ഗ്രേറ്റസ്റ്റ് ഇന്റിജർ വാല്യൂ -1 തന്നെ. -1 ചെറിയ വാല്യൂ കൊടുത്താൽ -2 കിട്ടും അതിന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ. ഓക്കെ, -2 -1 ചെറുത്, -2ന്റെ ഗ്രേറ്റസ്റ്റ് ഇന്റിജറും -2 തന്നെ. അപ്പൊ ഇതുപോലുള്ള ഗ്രാഫാണ് ഇത് കിട്ടുന്നത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷന്റെ. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ.